ദൈവരാജ്യത്തിൽ നിത്യജീവനേക്കാൾ വലുതായി ഒന്നുമില്ല. നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത്. പിശാച് എന്ന കൊലപാതകനോടൊത്ത് നരകത്തിൽ തള്ളപ്പെടരുത്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിനെതിരായി ദൈവരാജ്യത്തിൽ നിന്ന് തള്ളപ്പെട്ട പിശാച് എന്ന വഞ്ചകൻ അനുനിമിഷം മനുഷ്യരെ പാപികളാക്കി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച് ആദ്യം മുതൽ വഞ്ചകനും കള്ളം പറയുന്നവനും എല്ലാ കള്ളത്തരത്തിൻ്റെയും അപ്പനും കൊലപാതകനുമാവുന്നു. പിശാച് തൻ്റെ പാപം നിറഞ്ഞ രാജ്യം സ്ഥാപിക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി പിശാച് മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും പാപികളാക്കി പിശാചിൻ്റെ അടിമകളാക്കുകയും അവരെ കൊന്ന് തൻ്റെ രാജ്യത്തിലേക്ക് ആത്മാക്കളെ നേടി തൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവാൻ ദൈവത്തിലും പുത്രനായ യേശുവിലും വിശ്വസിക്കുന്ന മനുഷ്യർക്ക് നിത്യജീവൻ നൽകുന്നതിനായി തൻ്റെ നിത്യമായ രാജ്യത്തിൽ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ പൂർത്തീകരണത്തിനായി പുത്രനായ യേശു സമനശാലെ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കാൻ ദൈവം അനുവദിക്കുകയും തൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനം സ്വീകരിക്കുകയും പൈശാചിക ആക്രമണങ്ങളും പ്രലോഭനങ്ങളും അതിജീവിക്കുകയും ചെയ്ത് ദൈവരാജ്യത്തിൽ നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളത് ദൈവഹിതമാണ്. സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെയും പുതിയ രാജ്യം ദൈവം സ്ഥാപിക്കുകയും അതിൻ്റെ രാജാവും കർത്താവുമായ ദൈവപുത്രനായ യേശു എന്ന മഹാരാജാവ് എന്നേക്കും പുതിയ ഭൂമിയിൽ വാഴും. യേശുവിൽ വിശ്വസിക്കുന്നവരും കൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കുന്നവരും മാത്രമേ ദൈവരാജ്യത്തിൽ നിത്യമായ യേശുവിനോടൊപ്പം ജീവിക്കുകയുള്ളൂ. മനുഷ്യർ ദൈവപുത്രനായ യേശുവിൻ്റെ കുരിശുമരണത്തിലും ഉയർപ്പിലും വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യരുടെ ആത്മാവിന് മരണമില്ല. മരണശേഷം ദൈവത്തോടു കൂടിയോ പിശാചിൻ്റെ രാജ്യത്തിൽ പിശാചിനായി പീഡനം സഹിക്കുവാൻ ഇടയാകരുതേ എന്നപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ.